ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അവൽ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ചായ തിളക്കുമ്പോഴേക്കും നമ്മളുടെ പലഹാരവും റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് വേവിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം മാത്രമാണ് ഞാനിവിടെ വേവിച്ചെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇതിൻ്റെ വെള്ളമൊക്കെ മാറാനായിട്ട് ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് അളവ് അവലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവൽ ഞാനിവിടെ മീഡിയം തിക്നെസ് ആയിട്ടുള്ള വെളുത്ത അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിതാ ഇതുപോലെ നല്ല മിനുസത്തിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു മാഷർ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലത്തെ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോക്ക് ഉപയോഗിച്ച് ഉടച്ചെടുത്താലും മതി. ഒട്ടും കട്ടകളില്ലാതെ ഈ ഒരു രീതിക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ആയാലും മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മാഗി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ മാഗി മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് മാത്രം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയാണ്. ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെയും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ചെറുതായിട്ട് ഇറങ്ങി വരും. ആ ഒരു പറ്റിലാണ് ആദ്യം ഇത് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ കുഴഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അവലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊന്തി വരും. അതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി റെഡിയാക്കാം. ഇതിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് പാകത്തിന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. വെള്ളം ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടോട്ടലായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കൂട്ട് കുഴച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അവലായതുകൊണ്ട് തന്നെ അതൊരൽപ്പം കട്ടിയായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഈ ഒരു രീതിക്ക് കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഫോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഡിസൈൻ വരും. ആ ഒരു രീതിക്ക് മാത്രമാണ് ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇട്ട് കൊടുത്തപാട് അനക്കാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവലും കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉണ്ടാകുക. സോസോ അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തിയോ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.